ഹായ്, നമസ്കാരം. ആരോഗ്യ ഇൻഷുറൻസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ വേണമെന്ന് പല സുഹൃത്തുക്കളും എന്നോട് പറഞ്ഞു. എന്നാൽ നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോ ആരോഗ്യ ഇൻഷുറൻസിനെ കുറിച്ച് തന്നെ ആകാം. നമുക്കറിയാം, ഏതൊരു വ്യക്തിക്കും തൻ്റെ ആരോഗ്യം തന്നെയാണ് ഏറ്റവും വലിയ സമ്പത്തെന്ന് നമുക്കൊക്കെ അറിയാം. കാരണം ആരോഗ്യമില്ലാത്തൊരവസ്ഥയിൽ നമുക്ക് എന്ത് തന്നെ സമ്പാദ്യങ്ങൾ ഉണ്ടായിട്ടും അല്ലെങ്കിൽ എന്ത് തന്നെ നമ്മുടെ ചുറ്റുപാടുകൾ ഉണ്ടായിട്ടും അത് ഉപയോഗിക്കാൻ നമുക്ക് പൂർണ്ണമായിട്ടും കഴിയുന്നില്ലെങ്കിൽ അതുകൊണ്ട് വലിയ പ്രയോജനങ്ങളില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ആരോഗ്യത്തെ മറ്റെന്തിനേക്കാളും വാല്യൂ കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മൾ മാറുമ്പോഴാണ് നമുക്ക് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുക. ഒരു ആരോഗ്യ ഇൻഷുറൻസ് നമുക്കറിയാം, ഏകദേശം 30ഓളം കമ്പനികൾ ആരോഗ്യ ഇൻഷുറൻസ് രംഗത്ത് ഇന്ന് ഇന്ത്യയിലുണ്ട്. അതിൽ തന്നെ പല കമ്പനികൾക്കും 10ൽ കൂടുതൽ പദ്ധതികളുണ്ട്. പക്ഷെ ഒരു സാധാരണ വ്യക്തിക്ക് ഒരു ആരോഗ്യ ഇൻഷുറൻസ് എടുക്കുക എന്ന് പറയുമ്പോൾ എന്തെല്ലാം ബെനിഫിറ്റുകളാണ് അതിൽ ഉണ്ടായിരിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ കോമൺ ആയിട്ട് എല്ലാ ഇൻഷുറൻസ് കമ്പനികളുടെയും പദ്ധതികളിലുള്ള കോമൺ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ആദ്യം. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ ഇനി അതിൽ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് കൂട്ടിച്ചേർക്കലുള്ള മറ്റു കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഇതിനെക്കുറിച്ച് എടുക്കുന്ന സമയത്ത് നമുക്ക് അതിന്റെ അഡ്വൈസർ ആയിട്ടുള്ള വ്യക്തികളോട് ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. നോക്കാം. ഒരു ആരോഗ്യ ഇൻഷുറൻസിൽ കവറേജിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് വരുന്നത്. 5 ലക്ഷം മുതൽ അൺലിമിറ്റഡ് ആയിട്ട് വരുന്ന രീതിയിലുള്ള പദ്ധതികൾ ഇന്ന് നമ്മുടെ വിപണിയിലുണ്ട്. ഞാനത് 5 ലക്ഷം മുതൽ എന്ന് പറയുന്ന സമയത്ത് 5 ലക്ഷത്തിന് താഴെ ഉള്ളതുണ്ട്. പക്ഷെ നമ്മളൊരു ബേസിക് 5ഓ അതിന്റെ മുകളിലേക്കെങ്കിലും നമ്മൾ എടുക്കാൻ തയ്യാറാണ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്ക കമ്പനികളുടെയും പോളിസികളിൽ ഇതിൽ നാട്ടുമ്പുറങ്ങളിൽ താമസിക്കുന്ന ആൾക്കാരുണ്ട്, ടൗണുകളിൽ താമസിക്കുന്ന ആൾക്കാരുണ്ട്, A1 സിറ്റികളിൽ താമസിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മൾ എടുക്കുന്ന ഇൻഷുറൻസ് കവറേജ് എത്രയാണോ മിക്കവാറും അതിന്റെ 1% ആയിരിക്കും റൂം റെന്റ്, നഴ്സിംഗ് ഫീസ്, ബോർഡിംഗ് ചാർജും കൂടെ കിട്ടുക. എന്ന് പറഞ്ഞാൽ 5 ലക്ഷം രൂപയുടെ എടുക്കുമ്പോൾ 5000 രൂപയായിരിക്കും പരമാവധി കിട്ടുക. ഇന്ന് നമുക്ക് അത് മതിയായിരിക്കാം. പക്ഷെ അടുത്ത 5-10 കൊല്ലം കഴിയുന്ന സമയത്തേക്ക് ആശുപത്രി ചെലവുകൾ എന്ന് പറയുന്നത് ഇതിന്റെ 3, 4, 10 ഇരട്ടി കൂടിയിട്ടുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ കൂടുന്ന സമയത്ത് നമ്മളുടെ ലിമിറ്റേഷന്റെ പുറമെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ചെറിയൊരു എമൗണ്ട് കൂടുതൽ അടയ്ക്കേണ്ടതായിട്ട് വരും. അപ്പൊ നിങ്ങൾക്കറിയാം, ഈ ആരോഗ്യ ഇൻഷുറൻസ് ഒക്കെ എടുത്തിട്ടുള്ള വ്യക്തികൾ പലരും പറയാറുണ്ട്, ഞാൻ ഇൻഷുറൻസ് ഒക്കെ എടുത്തു പക്ഷെ എന്നോട് ഒരു 20% അല്ലെങ്കിൽ 30%, 50% എന്നോട് അടയ്ക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് പറയുന്നതാണ്. അപ്പൊ അത്തരം കാര്യങ്ങൾ വരാതിരിക്കാൻ നമ്മൾ എപ്പോഴും കുറച്ച് ഉയർന്ന തരത്തിലുള്ള ഇൻഷുറൻസ് കവറേജുകളുള്ള പ്ലാനുകൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ കുറെ കാര്യങ്ങൾ അവിടെ നമുക്ക് അടയ്ക്കേണ്ടതായിട്ട് ഒഴിവാക്കി കിട്ടാൻ പറ്റും. അപ്പോൾ മിനിമം 5 ലക്ഷം മുതൽ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള ഇൻഷുറൻസ് കവറേജുള്ള പദ്ധതികൾ ഇന്ന് നിലവിൽ നമുക്കുണ്ട്. ഇനി ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, മന്ത്ലി ആയിട്ട് അടയ്ക്കാൻ പറ്റുന്ന രീതിയിൽ EMI ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുണ്ട്. 1 വർഷത്തേക്ക് അടയ്ക്കാൻ പറ്റുന്നുണ്ട്, 2 വർഷത്തേക്ക് അടയ്ക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ 5 വർഷം വരേക്ക് നമുക്ക് പീരിയോഡിക്കലായിട്ട് ഒന്നിച്ച് അടയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള പദ്ധതികളുണ്ട്. EMI ആയിട്ട് അടയ്ക്കുമ്പോൾ മന്ത്ലി പിടിക്കും. ഇനി ചില ആൾക്കാർക്ക് ഇപ്പൊ പൈസ ഉണ്ടായിരിക്കും, പക്ഷെ കുറച്ച് കഴിയുന്ന സമയത്ത് അടുത്ത വർഷം അതിന്റെ പിന്നത്തെ വർഷമോ എനിക്ക് അടയ്ക്കാൻ സാധിക്കില്ല, അതുകൊണ്ട് ഞാൻ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് റിന്യൂ ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുന്ന വ്യക്തികൾക്ക് 5 വർഷം വരേക്ക് ഒന്നിച്ച് അടയ്ക്കാൻ പറ്റുന്ന രീതികളുണ്ട്. അപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള സാമ്പത്തിക ശേഷി അനുസരിച്ച് നമുക്ക് ഏറ്റവും നല്ല പ്ലാൻ നോക്കിയിട്ട് തിരഞ്ഞെടുക്കുക. അങ്ങനെ ഒന്നിച്ച് അടയ്ക്കുന്ന സമയത്ത് അവിടെ ചില ഇളവുകളും നമുക്ക് കിട്ടുന്നുണ്ട്. മാത്രമല്ല 2-3 രീതിയിലാണ് ഇളവ് കിട്ടുന്നത്. ഒന്ന്, പ്രീമിയത്തിൽ ചെറിയ ഇളവ് കിട്ടുന്നുണ്ട്, കവറേജ് കൂടുതൽ കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് അടുത്ത 5 വർഷത്തിനുള്ള, ഒരു പക്ഷേ നമുക്കറിയാം ഇൻഷുറൻസ്, ഈ ആരോഗ്യ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് നമുക്ക് 35 വയസ്സ് വരെ ഉള്ള വ്യക്തികൾക്ക് ഒരു പ്രീമിയം ആയിട്ട് ഒരു സ്ലാബായിട്ടാണ് വരിക. അടുത്തത് നമുക്ക് 45 വയസ്സ് വരെയുള്ള വ്യക്തികളെ നമുക്ക് ഉൾപ്പെടുന്ന രീതിയിലാണ് അടുത്ത സ്ലാബ്. പിന്നീട് 5 വർഷം കൂടുന്ന സമയത്താണ് ഇതിൽ പ്രീമിയം മാറ്റങ്ങൾ വരുന്നത്. നമ്മൾ അടുത്ത സ്ലാബിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ പ്രീമിയം വർദ്ധിക്കും. അപ്പൊ 5 വർഷം ഉള്ള ഇതെടുക്കുന്ന സമയത്ത് നമുക്ക് ആ വർധനവ് വരുന്നത് നമ്മളെ ബാധിക്കാത്ത രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും. ഇനി വെയിറ്റിംഗ് പീരീഡുകൾ, ഏതൊരു കമ്പനിയുടെ ആരോഗ്യ ഇൻഷുറൻസ് എടുക്കണമെങ്കിലും അതിൽ ചില വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. നമ്മൾ ഇന്ന് പോളിസി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നാളെ മുതൽ ഫുൾ കവറേജ് കിട്ടും എന്നുള്ള രീതിയിലല്ല ഇൻഷുറൻസ് കമ്പനികളുടെ പദ്ധതികൾ. നമുക്ക് ആദ്യത്തെ ഒരു മാസം ആക്സിഡന്റ് മാത്രം കവർ ചെയ്യുന്ന രീതിയിലാണ് പോളിസികളിൽ വരുന്ന കവറേജ്. ഇനി അതുപോലെ തന്നെ നമുക്ക്
ഒരു മാസം കഴിയുമ്പോൾ എമർജൻസി ആയിട്ട് വരുന്ന അസുഖങ്ങൾക്കൊക്കെ നമുക്ക് കവറേജ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ പനി വന്നു, വൊമിറ്റിംഗ് വന്നു, ഡിസോർഡർ വന്നു, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും വന്നു നമ്മൾ ആശുപത്രിയിൽ പോയി അഡ്മിറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് 24 മണിക്കൂർ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് വാങ്ങിയെടുക്കാൻ വേണ്ടി പറ്റും. ഇനി അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഇപ്പോൾ ഒരു 6 മാസം കഴിഞ്ഞിട്ട് ക്യാൻസർ വന്നു നമുക്ക് കിട്ടും, അറ്റാക്ക് വന്നു നമുക്ക് കിട്ടും, കിഡ്നി കംപ്ലൈൻറ്റ് വന്നു കിട്ടും. അപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ട് വരുന്ന കാര്യങ്ങളിൽ വരുന്ന എമർജൻസി ആയിട്ട് വരുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. അതേ സ്ഥാനത്ത് ആദ്യത്തെ 2 വർഷം കിട്ടാതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. തിമിരം, പൈൽസ്, അപ്പൻഡിക്സ്, ഹെർണിയ, മൂത്രത്തിൽ കല്ല്, മുട്ടുമാറ്റിവെക്കല്, ENT, എല്ല്, ഞരമ്പ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, വെരിക്കോസ് വെയിന്, സ്ത്രീകൾക്കാണെങ്കിൽ ഗർഭം, പ്രസവ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അപ്പോൾ ആസ്മ, ഇതുപോലുള്ള കുറച്ച് കാര്യങ്ങൾക്ക് ഓരോ കമ്പനിയിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും കോമൺ ആയിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇത്തരം കാര്യങ്ങൾക്ക് ആദ്യത്തെ 2 വർഷത്തിന് ശേഷമാണ് ഈ ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് സർജറികളുടെ കാര്യങ്ങൾ വരികയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത്. ഇനി അതോടൊപ്പം തന്നെ നിലവിൽ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ട് എന്ന് വിചാരിക്കാം. ഇപ്പോൾ BP, കൊളസ്ട്രോള്, അല്ലെങ്കിൽ എന്തെങ്കിലും സർജറികൾ, ഷുഗർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് ഒരു സാധാരണ സംഭവം പോലെ ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലുള്ള അസുഖങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് 3 വർഷത്തിന് ശേഷമാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ചില കമ്പനികളിൽ ചില പോളിസികളിൽ നമുക്ക് 4 വർഷം കഴിഞ്ഞൊക്കെ കിട്ടുന്നുണ്ട്, ഇത് 3 വർഷം കഴിഞ്ഞിട്ടാണ് കിട്ടുക. ഇനി പല സ്കീമുകളിലും നമുക്ക് ഇങ്ങനെ നിലവിലുള്ള അസുഖങ്ങൾക്ക് 3 വർഷം കഴിഞ്ഞിട്ട് കിട്ടുക എന്ന് പറയുമ്പോൾ, അത്രയും കാലം ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് എടുക്കണ്ടേ എന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്ക് ആദ്യത്തെ വർഷത്തെ പ്രീമിയത്തിന്റെ 50% കൂടെ നിങ്ങൾ അഡീഷണൽ ആയിട്ട് ആദ്യത്തെ വർഷം മാത്രം അടയ്ക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ഈ 3 വർഷം എന്നുള്ളത് നമുക്ക് 1 വർഷമായിട്ട് കുറയ്ക്കാനുള്ള ഓപ്ഷനുകളുണ്ട്. നല്ല കാര്യമല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും അത് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന വ്യക്തികൾ അത് ഏറ്റവും നന്നായിട്ട് തന്നെ ഉപയോഗിക്കാം. കാരണം 1 വർഷം കഴിയുന്ന സമയത്ത് നമുക്ക് എടുക്കാൻ തയ്യാറാവാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏതൊരു ആരോഗ്യ ഇൻഷുറൻസ് കമ്പനിയുടെ പോളിസികൾ എടുക്കുന്ന സമയത്ത് നമുക്ക് നിലവിലുള്ള അസുഖങ്ങൾ കാണിച്ചുകൊണ്ട് ചെയ്യാം. പലർക്കും പറ്റുന്ന അബദ്ധങ്ങളാണ്. നമുക്കറിയാം, ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളെ കുറിച്ച് ഒരുപാട് പരാതികൾ നമ്മൾ കാണുന്നുണ്ട്. അത് ഏത് കമ്പനി ആയിക്കോട്ടെ, എല്ലാ കമ്പനികളെ കുറിച്ചും ധാരാളം പരാതികൾ കാണുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഈ ഒരു രംഗത്ത് ബിസിനസ് ചെയ്യുന്ന കമ്പനി അത് ഏതാണോ അതിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ കാണും. കുറച്ച് മാത്രം ബിസിനസ് ചെയ്യുന്ന കമ്പനികളെ കുറിച്ച് കുറച്ച് പരാതികളെ കാണില്ല. അപ്പോൾ ഒരു കമ്പനി കൂടുതൽ കുറവ് എന്നുള്ള രീതിയിലല്ല നമ്മൾ കണ്ട്. അതിൻ്റെ പ്രധാന കാര്യങ്ങളിൽ ഒന്നാണ്, നമുക്ക് നിലവിലുള്ള അസുഖങ്ങൾ കാണിക്കാതെ പല വ്യക്തികളും പോളിസി എടുക്കാൻ ശ്രദ്ധിക്കുന്നു. 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, അതിനെക്കുറിച്ച് വേണ്ടത്ര ധാരണ ഇല്ലാത്തതിൻ്റെ പേരിലാണ്. മറ്റൊന്ന്, ഞാനിത് കാണിച്ചിട്ടില്ലെങ്കിൽ അവരറിയില്ല എന്നുള്ള മിഥ്യാധാരണയുടെ പേരിലാണ്. അപ്പോൾ ഇത് രണ്ടും അവോയ്ഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്കുള്ള അസുഖങ്ങൾ കൃത്യമായിട്ട് കാണിച്ചുകൊണ്ട് ചെയ്യുക. 3 വർഷം കഴിയുമ്പോൾ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങൾക്ക് നമുക്ക് എടുക്കാൻ കഴിയും. മാത്രമല്ല, ഇത് കാണിച്ചില്ലെങ്കിൽ വരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മളുടെ പേരോ അഡ്രസ്സോ അടിച്ചു കഴിഞ്ഞാൽ ഈ ഇൻഷുറൻസ് കമ്പനികൾക്കൊക്കെ പല ഹോസ്പിറ്റലുകളിൽ നെറ്റ്വർക്ക് ഉണ്ട്. അവിടെയൊക്കെ നമ്മൾ പോയി ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ പേരടിക്കുമ്പോൾ തന്നെ അതിന്റെ ഡീറ്റെയിലുകളൊക്കെ അവർക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കും. അല്ലെങ്കിൽ അവരോട് അതിന്റെ ഡീറ്റെയിലുകൾ പല ഹോസ്പിറ്റലിലേക്കും വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ നമ്മളിത് കാണിക്കാതെ ചെയ്യുമ്പോൾ പിന്നീട് കണ്ടെത്തി കഴിഞ്ഞാൽ അവർക്ക് പോളിസി വേണമെങ്കിൽ റിജക്റ്റ് ചെയ്യാൻ വരെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ പൂർണ്ണമായിട്ടും നിലവിലുള്ള അസുഖങ്ങളെ കാണിച്ചുകൊണ്ട് മാത്രം ചെയ്യാം. ഇനി അതുപോലെ തന്നെ നമുക്ക് 2 രീതിയിലാണ് ഇതിന്റെ പേയ്മെന്റ് നമുക്ക് കിട്ടുക. ഒന്ന്, ക്യാഷ്ലെസ് സൗകര്യം. അപ്പോൾ ഈ ക്യാഷ്ലെസ് സൗകര്യം പറയുന്ന സമയത്ത്, അതായത് നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, വലിയ ഹോസ്പിറ്റലുകളിലൊക്കെയാണ് മിക്കവാറും കമ്പനികൾക്കൊക്കെ ക്യാഷ്ലെസ് സൗകര്യം ഉണ്ട്. അവിടെയാണെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ടും നമ്മുടെ ക്ലെയിം കിട്ടുന്ന ഒരു കണ്ടീഷൻ ആണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ പിന്നെ പൈസ അടയ്ക്കാതെ നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്ത് പോരാൻ പറ്റുന്ന രീതിയിലേക്കുള്ളതിനാണ് ക്യാഷ്ലെസ് സൗകര്യം എന്ന് പറയുന്നത്. കാരണം ഇൻഷുറൻസ് കമ്പനി അവർക്ക് നേരിട്ട് തന്നെ പ്രീമിയം കൊടുക്കും. ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ നമുക്ക് അവിടുന്ന് ക്യാഷ്ലെസ് സൗകര്യം കിട്ടാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മളുടെ അസുഖത്തെ കുറിച്ച് കമ്പനിക്ക് പൂർണ്ണമായിട്ടും ബോധ്യം വരാത്തതുകൊണ്ട് അവർ ചിലപ്പോൾ പറയും നമ്മളുടെ അസുഖം തുടങ്ങിയതും പോളിസി എടുത്തതും തമ്മിൽ വലിയ അന്തരം ഇല്ലാന്നുണ്ടെങ്കിൽ അവർ പറയും നിങ്ങളിപ്പോൾ തൽക്കാലം പൈസ അടച്ചോളൂ, പിന്നീട് റീഎംബേഴ്സ്മെന്റ് ചെയ്യാന്ന് പറയും. അതായത് നമ്മുടെ പോളിസി ആ ക്ലെയിം ചെയ്ത് നമുക്ക് ഡിനേ ചെയ്യുന്ന രീതി വരും. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്പോൾ പൈസ കൊടുക്കുക, പിന്നീട് നമുക്ക് റീഎംബേഴ്സ്മെന്റ് ആയിട്ട് വാങ്ങാൻ പറ്റും. അങ്ങനെ റീഎംബേഴ്സ്മെന്റ് ആയിട്ട് വാങ്ങുമ്പോൾ നമുക്ക് അതിനുള്ള സൗകര്യങ്ങളും ഉണ്ട്. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യം, ഏത് കമ്പനിയുടെ ഏത് പോളിസി നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും അവിടെ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യം 24 മണിക്കൂറിനുള്ളിൽ ക്ലെയിം ബുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഫ്രോഡുകൾ ഈ രംഗത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളെ കമ്പനികൾക്ക്
തിരിച്ചറിയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് നമ്മൾ ക്ലെയിം ബുക്ക് ചെയ്യുന്ന സമയത്ത് മിക്കവാറും ആ പരിസര പ്രദേശങ്ങളിൽ കമ്പനിയുടെ ആൾക്കാരുണ്ടായിരിക്കും. അവര് നമ്മൾ അഡ്മിറ്റ് ചെയ്ത ഹോസ്പിറ്റലിൽ വന്നിട്ട് നമ്മൾ കിടക്കുന്ന റൂമിൽ ചിലപ്പോൾ വരാം, ചിലപ്പോൾ ഹോസ്പിറ്റലിൽ വന്ന് അന്വേഷിച്ച് പോകാം. ആ വരുന്ന സമയത്ത് നമ്മുടെ റൂമിൽ ആളില്ല എന്നുണ്ടെങ്കിൽ, അവിടെ റൂം എടുത്തിട്ടില്ല എന്നുള്ളത് വന്നു കഴിഞ്ഞാൽ നമ്മൾ കമ്പനി ചീറ്റ് ചെയ്തതായിട്ട് കണക്കാക്കും. അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ക്ലെയിം 24 മണിക്കൂറിനുള്ളിൽ ബുക്ക് ചെയ്യണം എന്നുള്ളത് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുന്നതിന്റെ മുന്നോടിയായിട്ട് 60 ദിവസം വരേക്കുള്ള കാര്യങ്ങൾക്ക് നമുക്കിതിൽ കിട്ടുന്നുണ്ട്. അതായത് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ട്രീറ്റ്മെന്റുകൾ ചിലപ്പോൾ കഴിഞ്ഞിട്ടായിരിക്കും. ഓടിപ്പോയി ആക്സിഡന്റ് ഒക്കെ വരുന്ന സമയത്താണ് നമ്മൾ പെട്ടെന്ന് ചെന്ന് അവിടെ ചെന്ന് അഡ്മിറ്റ് ആകേണ്ട സ്ഥിതികൾ വരുന്നുള്ളൂ. അസുഖങ്ങളാണെങ്കിൽ നമ്മൾ തുടർ ചികിത്സയുടെ ഭാഗമായിട്ടാണ് പലപ്പോഴും പോയി അവിടെ അഡ്മിറ്റ് ചെയ്യേണ്ട സ്ഥിതി വരുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് പല ടെസ്റ്റുകൾ നമ്മൾ നടത്തിയിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ചിലപ്പോൾ 2-3 തവണ നമ്മൾ ഡോക്ടറെ അടുത്ത് പോയിട്ട് മരുന്നുകൾ എഴുതി തന്നിട്ടുണ്ടായിരിക്കും. ഇതൊക്കെ നമ്മൾ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരിക്കും. അതിന് തന്നെ മിക്കവാറും ഈ അഡ്മിറ്റ് ചെയ്യുന്ന കേസുകളുടെ കാര്യത്തിൽ ഒരു 15 മുതൽ 25% വരെ ബില്ല് അതിന് തന്നെ ആയിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഡിസ്ചാർജ് ആയി കഴിഞ്ഞാൽ നമുക്ക് 180 ദിവസമായിട്ട്, അതായത് 6 മാസം വരേക്ക് വരുന്ന കാര്യങ്ങൾക്ക് നമുക്ക് പൂർണ്ണമായിട്ടും ആ അടുത്ത 6 മാസം വരേക്ക് ഇതിന്റെ തുടർ ചികിത്സയ്ക്കുള്ള പൈസ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ ഈ 2 കാര്യങ്ങൾ നമുക്ക് റീഇംബേഴ്സ്മെന്റ് ആയിട്ടാണ് നമുക്ക് വാങ്ങിയെടുക്കാൻ വേണ്ടി പറ്റുക. അതുകൊണ്ട് നമ്മൾ ഒരു ട്രീറ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാറ്റി വെക്കേണ്ട കാര്യങ്ങളില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കിട്ടിയ ബില്ലുകളും ഡോക്ടർ എഴുതിയ പ്രിസ്ക്രിപ്ഷൻസും മരുന്നുകളുടെ ബില്ലും ആ എക്സ്റേ സ്കാനിങ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം പൂർണ്ണമായിട്ട് സൂക്ഷിച്ചു വയ്ക്കുക. എന്നിട്ട് നമുക്ക് ഡിസ്ചാർജ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അതിന്റെ എമൗണ്ട് കൂടെ കൂട്ടിയിട്ട് നമുക്ക് വീണ്ടും റീഇംബേഴ്സ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ തുക വാങ്ങിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് വലിയൊരു വിഭാഗം ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഒരു ധാരണ ഉണ്ടായിരിക്കില്ല. നമ്മൾ ഓൺലൈൻ മാധ്യമങ്ങൾ കൂടെ ഒക്കെ നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് പലപ്പോഴും ഈ ക്യാഷ്ലെസ് സൗകര്യം പല ആൾക്കാരും ഉപയോഗിക്കാൻ കഴിയും. പക്ഷെ പ്രീ ഹോസ്പിറ്റലൈസേഷനോ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷന്റെ ഭാഗമായിട്ട് വരുന്ന ബില്ലുകൾ നമുക്ക് അത്തരം കാര്യങ്ങൾ കിട്ടാറില്ല. കാരണം അത് എവിടെ കൊടുക്കേണ്ട, എങ്ങനെ കൊടുക്കേണ്ട എന്നുള്ള അറിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും ഇത്തരം കാര്യങ്ങൾ, നമ്മളെപ്പോഴും സർവീസ് വേണ്ട കാര്യങ്ങൾ, അത് ഇൻഷുറൻസ് മാത്രമല്ല ഏത് തരത്തിലുള്ള സർവീസ് വേണ്ട കാര്യങ്ങളാണെങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് അതിന്റെ ഒരു അഡ്വൈസർ മുഖാന്തരം എടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കൂടുതൽ ഗുണകരമാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതാണ്. ഇനി നമുക്ക് എന്തൊക്കെയാണ് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും നന്നായിട്ട് നമ്മൾ സിമ്പിളായിട്ട് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് പറയാം, റൂം റെന്റ് കിട്ടും, നഴ്സിംഗ് ഫീസ് കിട്ടും, ഡോക്ടർ ഫീസ് കിട്ടും, മരുന്നുകളുടെ ബില്ലുകൾ കിട്ടും, എക്സ്റേ ECG സ്കാനിങ് അതുപോലുള്ള റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിൽ അത് കിട്ടും, സർജറിയുടെ പൈസ കിട്ടും. അപ്പൊ ഈ കാര്യങ്ങളാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഇനി ചില പോളിസികൾ കൺസ്യൂമർ ബില്ല് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അഡീഷണൽ ആയിട്ട് വരേണ്ടത്, ചിലതിൽ അത് കിട്ടാറുണ്ട്, ചില പോളിസികളിൽ അത് കിട്ടാറില്ല. അതുപോലെ മദ്യം, മയക്കുമരുന്ന്, പുകയില മൂലമുള്ള കാര്യങ്ങൾക്ക് നമുക്ക് കിട്ടാറില്ല, ഓട്ടിസം സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് കിട്ടാറില്ല, മനഃപൂർവ്വം ഉണ്ടാക്കുന്ന അപകടങ്ങൾക്ക് കിട്ടാറില്ല. ഇതൊന്നും ഒരു കമ്പനിയും കൊടുക്കില്ല. കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിയുമ്പോൾ മനഃപൂർവ്വം ഉണ്ടാക്കുന്ന പറഞ്ഞാൽ, പ്രത്യേകിച്ച് ആത്മഹത്യയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ചില സാഹചര്യങ്ങളിൽ അങ്ങനെ ചെയ്തു പോകാറുണ്ടെങ്കിലും അതിനെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾക്ക് കൊടുക്കാറില്ല. അപ്പൊ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ വരുമ്പോൾ ക്ലെയിം ചെയ്യാൻ പോവാതിരിക്കുന്നതാണ് നമുക്കും നല്ലത്. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും അത് തെറ്റിദ്ധരിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കും. ഇതാണ് നമ്മൾ കവറേജിന്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ള ആദ്യത്തെ കാര്യം. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. കമന്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് തന്നെ ഒരു 1-to-1 തന്നുകൊണ്ട് നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള സംശയങ്ങൾ സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് സാധിക്കും. നിങ്ങൾക്ക് താഴെ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യാം. ഞങ്ങളുടെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. ഇനി പോളിസിയുടെ പീരീഡ് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. 1 വർഷം മുതൽ 5 വർഷം വരെയൊക്കെയുള്ളത് നമുക്ക് ഒന്നിച്ചെടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ കോ പേയ്മെന്റ് ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ഏജ് കഴിയുമ്പോഴാണ് മിക്കവാറും ആൾക്കാർക്ക്, പ്രായമാവുന്ന സമയത്താണ് ആരോഗ്യ ഇൻഷുറൻസ് എനിക്ക് മസ്റ്റ് ആണെന്നുള്ള തിരിച്ചറിവ് പല ആൾക്കാർക്കും വരുന്നത്. പക്ഷെ 60 വയസ്സ് കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് പോളിസി എടുക്കുന്ന വ്യക്തികൾക്ക്, നേരത്തെ എടുത്തിട്ട് 60 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് പ്രോബ്ലം ഇല്ല, പക്ഷെ 60 വയസ്സ് കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് പോളിസി എടുക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അവിടെ കോ പേയ്മെന്റ് വരുന്നുണ്ട്. പല കമ്പനികളും പല രീതിയിൽ വരുന്നുണ്ട്. സാധാരണ ഒരു 10% അല്ലെങ്കിൽ 20% കോ പേയ്മെന്റ് വരുന്ന രീതിയിലാണ് മിക്ക പോളിസികളും നിലവിലുള്ളത്. അപ്പോൾ 60 ആകുന്നതിന്റെ ഒരു ദിവസമെങ്കിലും മുമ്പ് നിങ്ങൾ ഫസ്റ്റ് എടുത്തു വെക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കാനുള്ള കാര്യം. ഇനി അതുപോലെ തന്നെ നമുക്ക് ഡെലിവറി എക്സ്പെൻസ്, അതായത് ഒരു പോളിസി തുടങ്ങിക്കഴിഞ്ഞ് 2 വർഷത്തിന് ശേഷം
ഈ പോളിസിയിൽ ചേർന്നിട്ടുള്ള വ്യക്തികൾ ഫാമിലി ആയിട്ട് ഭാര്യയും ഭർത്താവും ഉൾപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെലിവറിക്ക് വേണ്ടിയിട്ട് നമുക്ക് കവർ ചെയ്യുന്നുണ്ട്. ഇനി ഒരേ പോളിസിയുടെ തന്നെ പിന്നെ 2 പോളിസികളായിട്ട് 2 വ്യക്തികൾ അവരുടെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് തന്നെ എടുത്തു, രണ്ടുപേരും ഇതേ പോളിസിയുടെ പരിധിയിലാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഡെലിവറിക്ക് വേണ്ടിയിട്ട് കിട്ടുന്നുണ്ട്. അത്തരം പോളിസികളുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും പോളിസി എടുത്തു കഴിഞ്ഞ് 2 വർഷത്തിന് ശേഷമാണ് ഫസ്റ്റ് ഡെലിവറിക്ക് കൊടുക്കുന്നത്. അതിനുശേഷം അടുത്ത ഡെലിവറിക്ക് ഇതുപോലെ 2 വർഷത്തെ ഗ്യാപ്പ് വരുന്നുണ്ട്. അങ്ങനെ ഡെലിവറി കവർ ചെയ്യുന്ന പ്ലാനാണ് നിങ്ങൾ എടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കുഞ്ഞിന് അടുത്ത വർഷത്തെ പ്രീമിയം അടയ്ക്കുന്ന ഡേറ്റ് വരേക്ക് ഫ്രീ കവറേജ് കമ്പനികൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏറ്റവും നല്ലൊരു കാര്യമാണ്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ 1 വർഷത്തിനുള്ളിലാണ് ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ട് വരുന്നത്. നമുക്കറിയാം, നമ്മളൊക്കെ മാതാപിതാക്കളാണ്. ഒരു കുഞ്ഞ് ജനിച്ച് ആദ്യത്തെ ദിവസങ്ങളിൽ കുഞ്ഞിന് എന്ത് വിഷമങ്ങൾ വന്നു കഴിഞ്ഞാലും കുട്ടി കരയുകയാണ് ചെയ്യുക. നമുക്ക് ആകെ ടെൻഷനായി നമ്മൾ വേഗം ഡോക്ടറെ അടുത്തേക്ക് ഓടും. അവിടെ ചെല്ലുമ്പോൾ ഡോക്ടർക്കും എന്താണ് കാര്യം എന്ന് കുഞ്ഞിന് പറയാൻ അറിയാത്തതുകൊണ്ട് തന്നെ എവിടെയാണ് വേദന അല്ലെങ്കിൽ എന്താണ് ബുദ്ധിമുട്ടുകളെന്ന് കണ്ടുപിടിക്കാൻ സമയമെടുക്കും. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ അഡ്മിറ്റ് ചെയ്യാൻ പറയും. അങ്ങനെ ചിലപ്പോൾ 2-3 ദിവസം അഡ്മിറ്റ് ചെയ്യുന്ന സമയത്തായിരിക്കും ശരിയായിട്ടുള്ള കാര്യം കണ്ടെത്താൻ കഴിയുക. അപ്പം അങ്ങനെ അഡ്മിറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്കത് ഫ്രീ കവറേജിൽ ഉൾപ്പെടുന്ന രീതിയിൽ നമുക്ക് പല കമ്പനികൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ റീപ്രൊഡക്ഷൻ ട്രീറ്റ്മെൻറ്റ് ഇന്ന് പ്രത്യേകിച്ചും NRIs ആയിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ ഈ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് കുഞ്ഞുണ്ടാവാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇല്ലാതെ തന്നെ ഒരുപാട് കാലം ചികിത്സയും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അത്തരം ആൾക്കാരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്നുള്ള രീതിയിൽ പല പോളിസികളിലും വന്ധ്യതാ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇതിൽ ആ ട്രീറ്റ്മെന്റിനുള്ള എക്സ്പെൻസ് നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. അതുപോലെ ന്യൂ ബോൺ ബേബി കവർ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അടുത്ത വർഷത്തെ പ്രീമിയം അടയ്ക്കുന്ന ഡേറ്റ് വരെ കുഞ്ഞിന് ഫ്രീ കവറേജ് ആണ്. ഇനി നിങ്ങൾ അത് ഇല്ലാത്ത ഒരു പോളിസി എടുത്താലെങ്കിൽ കുഞ്ഞിന് നമുക്ക് 45 ദിവസം കഴിഞ്ഞാൽ നമുക്ക് ചേർക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം അങ്ങനെ ചേർത്ത് കഴിഞ്ഞാലും ആ കുഞ്ഞിന് പിന്നീട് അങ്ങോട്ട് വരുന്ന ട്രീറ്റ്മെന്റ് കാര്യങ്ങൾക്ക് നമുക്കിത് വാങ്ങാൻ പറ്റും. അതിന്റെ കണ്ടീഷൻസ് നമ്മൾ പോളിസി പുതിയതായിട്ട് എടുക്കുന്ന അതേ കണ്ടീഷൻസ് ആണ് വരിക. അതേ സ്ഥാനത്ത് നമ്മൾ ഡെലിവറി കവർ ചെയ്യുന്ന പ്ലാൻ എടുത്തു, അങ്ങനെ ഡെലിവറി നടന്നിട്ടുള്ള കുഞ്ഞിനാണെങ്കിൽ അവിടെ ആദ്യത്തെ 2 വർഷം എന്നുള്ള ലോക്കിംഗ് പീരീഡോ കാര്യങ്ങളോ വരുന്നില്ല. അപ്പോൾ അത് കുറച്ചുകൂടെ കൂടുതൽ ഗുണകരമാണ്. വിവാഹം കഴിയുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് അന്വേഷിച്ചുകൊണ്ട് ഏറ്റവും മനോഹരമായിട്ടുള്ള പോളിസികൾ തന്നെ തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കും. ഇനി ഹോസ്പിറ്റലൈസേഷൻ. ഡേ കെയർ പ്രൊസീജിയർ, അതായത് എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് 24 മണിക്കൂർ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യേണ്ട ആവശ്യങ്ങൾ വരാറില്ല. അനസ്തേഷ്യ കൊടുക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ, അനസ്തേഷ്യ കൊടുത്ത് ചികിത്സിക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ നമുക്ക് 24 മണിക്കൂർ അഡ്മിറ്റ് ഇല്ലാതെ തന്നെ നമുക്ക് ചില കാര്യങ്ങൾക്ക് നമുക്ക് ഇതിൽ ക്ലെയിം കിട്ടുന്നുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ തിമിരം, പണ്ടൊക്കെ നമുക്ക് 24 മണിക്കൂറൊക്കെ അഡ്മിറ്റ് ചെയ്യുന്ന ശേഷമാണ് നമുക്ക് ക്ലെയിം കിട്ടിയിരുന്നെങ്കിൽ പിന്നീട് ഇപ്പോൾ നമുക്കറിയാം ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള രീതിയിലാണെങ്കിൽ 4 മണിക്കൂർ കൊണ്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു. പിന്നെ ഒരു ക്ലെയിം കിട്ടാൻ വേണ്ടി മാത്രം ആ വ്യക്തി 24 മണിക്കൂർ അവിടെ കിടക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ക്ലെയിം ബുക്ക് ചെയ്യാനും അവിടുന്ന് ബാക്കിയുള്ള പ്രൊസീജിയറും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ 24 മണിക്കൂർ ഇല്ലാതെ തന്നെ ഡേ കെയർ പ്രൊസീജിയറിൽ നമുക്കിത് വാങ്ങിയെടുക്കാൻ വേണ്ടി പറ്റും. ഇനി ഹോം കെയർ ട്രീറ്റ്മെൻറ്റ്, ചില ട്രീറ്റ്മെൻറ്റുകൾക്ക് നമുക്ക് ആശുപത്രിക്ക് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യങ്ങളുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ അവർക്ക് വീട്ടിൽ ചികിത്സിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഈ ഇൻഷുറൻസ് കമ്പനികൾ ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പോൾ ഡോക്ടർ വീട്ടിൽ വന്നിട്ട് നമ്മൾ ചികിത്സിക്കുന്ന കാര്യങ്ങൾക്ക് നമുക്കിതിൽ കിട്ടുന്നുണ്ട്. അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ നമുക്ക് കിട്ടുമ്പോൾ നമ്മളുടെ ആ ഒരു തുടർ ചികിത്സ കൂടെ അതിൽ നമുക്ക് ഇൻബിൽട്ട് ആയിട്ട് വരുന്നുണ്ട്. ഇനി അടുത്താണ്, ഇതൊക്കെ നമുക്ക് ഒരു ട്രീറ്റ്മെന്റ് ആവശ്യം വന്നു കഴിഞ്ഞാലുള്ള കാര്യങ്ങളാണെങ്കിൽ നമുക്ക് ഒരു പോളിസി എടുത്തു 1 വർഷം നമുക്ക് ക്ലെയിം ഒന്നും വന്നില്ല വിചാരിക്കാം. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ഭയങ്കര വിഷമം വരും, അയ്യോ എൻ്റെ പൈസ പോയല്ലോ എന്നുള്ള. ഏറ്റവും കൂടുതൽ ആൾക്കാർ പോളിസി എടുത്ത് 1 വർഷം ക്ലെയിം ഒന്നും വന്നിട്ട് അല്ലെങ്കിൽ പലരും പറയും അയ്യോ ഇനി എനിക്ക് പോളിസി ഒന്നും വേണ്ട, എൻ്റെ 1 വർഷത്തെ പൈസ പോയി എന്നുള്ള കാര്യത്തിൽ ഇനി പുതുക്കണില്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് എന്തെല്ലാം ബെനിഫിറ്റ് ഉണ്ടെന്ന് നോക്കാം. ഒന്ന്, നോ ക്ലെയിം ബോണസ്. പല കമ്പനികളും നമ്മളിപ്പോൾ ഒരു 10 ലക്ഷം രൂപയുടെ ഒരു പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ 25% ക്ലെയിം ഒന്നും വരാത്ത വർഷങ്ങളിൽ അഡീഷണൽ ആയിട്ട് കൊടുക്കാറുണ്ട്. ചില കമ്പനികൾ 50% കൊടുക്കാറുണ്ട്, ചിലത് 100% അടുത്ത വർഷത്തേക്ക് നോ ക്ലെയിം ബോണസ് ആയിട്ട് കൊടുക്കാറുണ്ട്. ഇനി 25% കൊടുക്കുന്ന വ്യക്തികൾ അടുത്ത 3-4 കൊല്ലം കൊണ്ട് അത് 50ആയി, 75ആയി, 100ആയി, അങ്ങനെ 100% അഡീഷണൽ ആയിട്ട് കൊടുക്കാറുണ്ട്. ഇനി ഓട്ടോമാറ്റിക് റെസ്റ്റോറേഷൻ എന്ന് പറയും.
അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു 10 ലക്ഷം രൂപയുടെ ഒരു പ്ലാൻ എടുത്തു, അല്ലെങ്കിൽ 50 ലക്ഷം രൂപയുടെ ഒരു പ്ലാൻ എടുത്തു, അല്ലെങ്കിൽ ഒരു 1 CR പ്ലാൻ എടുത്തു. ഒരു ട്രീറ്റ്മെന്റിന് നമ്മൾ ഈ 1 CR നമ്മൾ വാങ്ങിയെന്ന് വിചാരിക്കുക. അപ്പോൾ 1 കോടിയൊക്കെ നമുക്ക് ഒരു ചികിത്സയ്ക്ക് വരുമെന്ന് ചോദിച്ചാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. 33 കോടി രൂപ ഒരു ട്രീറ്റ്മെന്റിന് വേണമെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിട്ടുള്ള ഒരു വീഡിയോ കണ്ടിരുന്നു. ഒരു കുഞ്ഞിന് ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് 33 കോടി രൂപ വേണം എന്നും പറഞ്ഞിട്ട് പിരിവിന് വേണ്ടിയിട്ട് പല വ്യക്തികളും അതിനുവേണ്ടി സഹായം നൽകണമെന്നും പറഞ്ഞിട്ട് ഓൺലൈൻ മാധ്യമങ്ങൾ കൂടെ ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള കവറേജ് എത്രയാണോ, 10 ലക്ഷമെങ്കിൽ 10 ലക്ഷം, 50 ലക്ഷമെങ്കിൽ 50 ലക്ഷം, 1 കോടിയെങ്കിൽ 1 കോടി, ആ തുക നമ്മൾ ആ വർഷം പൂർണ്ണമായിട്ട് നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞു. ഒരു ഫാമിലി പാക്കേജ് ആയിട്ടാണ് എടുത്തത്. പക്ഷെ നിർഭാഗ്യവശാല് ആ വർഷം തന്നെ ഈ വ്യക്തിക്ക് ഇതുമായിട്ട് ബന്ധമില്ലാത്ത മറ്റൊരു അസുഖം വരികയോ, അല്ലെങ്കിൽ ആ ഫാമിലിയിലെ മറ്റേതെങ്കിലും വ്യക്തികൾക്ക് ഒരു ട്രീറ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നേരത്തേക്കുള്ള പോളിസികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി അവർ സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്ത് ചെയ്യേണ്ട സ്ഥിതികളാണ്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഒരു 1 CR ഒരു പോളിസി എടുത്തുള്ള ഒരു വ്യക്തി അത് മുഴുവനായിട്ടും വാങ്ങിക്കഴിഞ്ഞാൽ ആ വർഷം തന്നെ മറ്റെന്തെങ്കിലും ട്രീറ്റ്മെന്റ് ഇതുമായിട്ട് ബന്ധമില്ലാത്ത മറ്റൊരു ട്രീറ്റ്മെന്റ് വരികയോ, അല്ലെങ്കിൽ ഒരു നിശ്ചിത കാലപരിധി വെച്ചുകൊണ്ട്, ചിലപ്പോൾ 45 ദിവസമാവാം, ചിലപ്പോൾ 60 ദിവസമാവാം, അങ്ങനെ ഒരു നിശ്ചിത കാലപരിധി വെച്ചുകൊണ്ട് ഇതേ ട്രീറ്റ്മെന്റ് തന്നെ പൂർണ്ണമായിട്ടും മാറിയതാണെങ്കിൽ രണ്ടാമത് വീണ്ടും വന്നു കഴിഞ്ഞാൽ അതിനും നമുക്ക് കവറേജ് കിട്ടുന്ന രീതിയിൽ ഓട്ടോമാറ്റിക് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ വീണ്ടും 1 കോടിയും കൂടി നമുക്ക് അതിലേക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനുള്ളിൽ വരുന്ന എമൗണ്ട് എത്രയാണോ അത് നമുക്ക് വാങ്ങിയെടുക്കാൻ വേണ്ടി പറ്റും. അതിന് അത് അൺലിമിറ്റഡ് ആയിട്ടുള്ള പ്ലാനുകളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യം, സാധാരണ നമ്മൾ വീട്ടിൽ നമ്മൾ താമസിക്കുന്ന സമയത്ത്, പുറത്ത് ഹോസ്പിറ്റലിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഡിസ്റ്റർബൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സിംഗിൾ AC റൂം എടുക്കണം എന്നുണ്ടെങ്കിൽ മിനിമം 10 ലക്ഷം രൂപയോ അതിൻ്റെ മുകളിലുള്ള കവറേജുള്ള പ്ലാനുകളിൽ എടുക്കുമ്പോഴാണ് നമുക്ക് അതിന് പറ്റുക. അല്ലെങ്കിൽ സാധാരണ റൂം മാത്രമാണ് നമുക്ക് എടുക്കാൻ വേണ്ടി സാധിക്കുക. അപ്പോൾ അത് പ്രത്യേകമായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ചില പ്ലാനുകളിൽ നമുക്ക് സെക്കൻഡ് മെഡിക്കൽ ഒപ്പീനിയൻ വരുന്നുണ്ട്. നമ്മളൊരു ഡോക്ടറെ കണ്ടു, ഒരു ട്രീറ്റ്മെന്റിന് അദ്ദേഹം പറയുകയാണ് ഇന്ന കാര്യത്തിന് ഇന്ന സർജറി ചെയ്തേ പറ്റൂ തോന്നാണ്. നമുക്ക് പക്ഷെ അത് പൂർണ്ണമായിട്ടും വിശ്വാസയോഗ്യമായിട്ട് തോന്നിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടാമതൊരു ഡോക്ടറെയും കൂടി ഒരു ഒപ്പീനിയൻ നമുക്ക് വാങ്ങണം. തീർച്ചയായിട്ടും പല കമ്പനികളും ഇന്ന് അങ്ങനെ ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുന്നുണ്ട്. അതായത് അവരുടെ തന്നെ പാനലിലുള്ള ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ഒരു സെക്കൻഡ് മെഡിക്കൽ ഒപ്പീനിയൻ വാങ്ങാം. കാരണം ഈ ഡോക്ടർ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ആ ഡോക്ടറും പറഞ്ഞതെങ്കിൽ കൃത്യമായിട്ട് നമ്മളെ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയിട്ട് പറഞ്ഞ കാര്യങ്ങളായിരിക്കും. തീർച്ചയായിട്ടും നമുക്കത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ആ സർജറിക്ക് വേണ്ടിയിട്ട് പോവാം. നമ്മുടെ അസുഖങ്ങൾ മാറിയുകൊണ്ട് നമുക്ക് പൂർണ്ണ ആരോഗ്യവാനായിട്ട് തിരിച്ചു വരാൻ പറ്റും. അപ്പോൾ സെക്കൻഡ് മെഡിക്കൽ ഒപ്പീനിയൻ വാങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. ഇനി പല പോളിസികളിലും നമുക്ക് ആയുഷ് ട്രീറ്റ്മെൻറ്റ്, അതായത് ആയുർവേദം, യുനാനി, ഹോമിയോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം നമുക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നുണ്ട്. അത് ഓരോ പോളിസികളിലും എത്ര പെർസെൻറ്റേജ് ആണ് കിട്ടണമെന്നുള്ള വിലയിരുത്തിക്കൊണ്ട് നമ്മൾ ചെയ്യാൻ തയ്യാറാവുക. അതുപോലെ തന്നെ ഡോണർ എക്സ്പെൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്ന് കിഡ്നി കംപ്ലൈൻറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊറോണ വന്നു പോയതിനു ശേഷം കിഡ്നി കംപ്ലൈൻറ്റ്, സ്ട്രോക്ക്, അതുപോലെ തന്നെ അറ്റാക്ക്, അതുപോലെ ഈ മറ്റേ TB പോലത്തെ കാര്യങ്ങൾ ധാരാളമായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ കിഡ്നി കംപ്ലൈൻറ്റ് വരുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ട്രീറ്റ്മെൻറ്റ് നമുക്ക് പോളിസി എടുത്തു കഴിഞ്ഞാൽ അതിൽ കിട്ടും. പക്ഷെ അവർക്ക് കിഡ്നി കൊടുക്കുന്ന ഒരു വ്യക്തികളുണ്ട്. കാരണം ഇദ്ദേഹത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് വേണ്ടിയിട്ടാണ് അദ്ദേഹം കിഡ്നി കൊടുക്കുന്നതെങ്കിൽ ആ ട്രീറ്റ്മെൻറ്റിനോട് കവർ ചെയ്യുന്ന രീതിയിലുള്ള സ്കീമുകളുണ്ട്. അപ്പോൾ അത് ചോദിച്ച് ഉറപ്പ് വരുത്തുക. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഒരു പക്ഷേ നമുക്ക് ബാംഗ്ലൂരുള്ള ഒരു വ്യക്തിയാണ് നമുക്ക് തരുന്നത്, അല്ലെങ്കിൽ കൽക്കത്തയിലുള്ള ഒരു വ്യക്തിയാണ് തരുന്നത്, ഡൽഹിയിലുള്ള ഒരു വ്യക്തിയാണ് തരുന്നത്, ചെന്നൈയിലുള്ള വ്യക്തിയാണ് തരുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള എയർ ആംബുലൻസിന്റെ വാടക നമുക്ക് കിട്ടുന്നു. അല്ലെങ്കിൽ നമ്മൾ തന്നെ വേണ്ടപ്പെട്ട ആരെങ്കിലും അവിടെയൊക്കെ പോയി ജോലി ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ ആ സമയത്ത് അവിടെ വെച്ചിട്ടാണ് അവർക്കൊരു ട്രീറ്റ്മെന്റ് വരണമെങ്കിൽ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ കിഡ്നി കൊടുക്കാൻ തയ്യാറാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോകണം, പെട്ടെന്ന് പോകണം. കാരണം നമുക്ക് ട്രെയിനിലൊക്കെ പോയി 4-5 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് അവിടെ എത്തിയാൽ പോരാ. അങ്ങനെ വരികയാണെങ്കിൽ അതിനുള്ള എയർ ആംബുലൻസിന്റെ വാടക നമുക്ക് ഇവിടെ സർജറി എടുത്തുകൊണ്ട് നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. ഇനി സാധാരണ ആംബുലൻസിന്റെ വാടക നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ വീട്ടിൽ നിന്നും ഹോസ്പിറ്റലിലേക്കോ, ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്കോ തിരിച്ച് നമ്മുടെ വീട്ടിലേക്കോ കൊണ്ടുവരാനുള്ള ആംബുലൻസിന്റെ വാടക നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് എടുക്കുന്ന പോളിസി ഏതാണോ അതിൽ എത്രയാണ് എമൗണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യും. ഇനി അതോടൊപ്പം തന്നെ നമ്മൾ ഓരോ കമ്പനികളും പറയുന്ന വെൽനസ് പ്രോഗ്രാമുകളുണ്ട്, വ്യായാമങ്ങൾ,
അതുപോലെ അവർ കൃത്യമായിട്ട് എല്ലാ ദിവസവും ശീലാക്കാൻ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങൾ പറയുകയും കമ്പനിയുടെ ആ ഒരു സൈറ്റ് നമുക്ക് തരുന്നുണ്ട്. ആ സൈറ്റുകളിൽ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വ്യക്തികളെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് കമ്പനി പലപ്പോഴും പ്രീമിയത്തിൽ ഇളവുകൾ കൊടുക്കാറുണ്ട്. വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അടയ്ക്കുന്ന പ്രീമിയത്തിൽ അവിടെ ചെറിയ ഇളവുകൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാമാണ് ഒരു സാധാരണ ഇൻഷുറൻസ് എടുക്കുന്ന വ്യക്തികൾക്ക് കോമൺ ആയിട്ട് കിട്ടുന്ന കാര്യങ്ങൾ. ഇനി ഇതിൽ ഓരോ നിങ്ങളെടുക്കുന്ന പദ്ധതികളിൽ അതിൻ്റെ പ്രീമിയം കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്ക് അടയ്ക്കാൻ കഴിയുന്നതിന് ആനുപാതികമായിട്ടുള്ള പ്രീമിയം നോക്കി സെലക്ട് ചെയ്യുക. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഇതിൽ ആഡ് ഓൺ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അത്തരം കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്കത് 1-to-1 ആയിട്ട് പറഞ്ഞു തരുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കുക, ഓരോ വ്യക്തിയുടെയും ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് അവനവൻ്റെ ആരോഗ്യമാണ്. ഈ ആരോഗ്യമുള്ള വ്യക്തിയായിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ സമൂഹം അല്ലെങ്കിൽ ഈ ലോകം മുഴുവൻ നമ്മുടെ കൈക്കുമ്പിളായിട്ട് നിൽക്കുന്നത്. അതേ സ്ഥാനത്ത് നമ്മൾ ആരോഗ്യമില്ലാത്ത ഒരു വ്യക്തിയാണ്, പരാശ്രയത്തോട് കൂടിയിട്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ടെങ്കിൽ ലോകത്ത് എന്തൊക്കെ സൗകര്യങ്ങളുണ്ടെങ്കിലും അത് നമുക്ക് അപ്രാപ്യമായിട്ട് മാറുകയാണ്. തീർച്ചയായിട്ടും എന്നെ കേട്ടിരിക്കുന്ന ഒരു വ്യക്തി പോലും സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം നമ്മുടെ ചികിത്സ സമയാസമയം നടക്കാത്തതിൻ്റെ പേരിൽ ബുദ്ധിമുട്ടാനോ പ്രയാസപ്പെടാനോ പാടില്ല എന്നുള്ള ഒരു ആഗ്രഹം കൂടി ഉള്ളിലുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്കീം വളരെ വിശദമായിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഒരുപക്ഷെ ഇതിൽ എന്നെ കേൾക്കുന്ന പല വ്യക്തികളും ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇതിനു മുമ്പ് കേട്ടിരിക്കാൻ സാധ്യതയില്ല. ഇനി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഇനിയും കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. വളരെ സന്തോഷപൂർവ്വം നിങ്ങൾക്ക് വിശദമായിട്ട് തന്നെ പറഞ്ഞു തരുന്നതാണ്. നന്ദി, നമസ്കാരം.